ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കണ്ടില്ലേ മോളെ, ഇവർ ഇത്രേ ഉള്ളൂ. അമ്മാവ, നമുക്കുള്ളതൊക്കെ പോയി അമ്മാവ. നമ്മളിപ്പോ വലിയ കടക്കാരാ. എപ്പോ വേണമെങ്കിലും ആൾക്കാരെ ഭീഷണിപ്പെടുത്താവുന്ന കടക്കാര്. ഒന്ന് പോടാ ചെറുക്ക. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് ആൾക്കാരെ പിടിച്ചിരിക്കുന്നില്ലേ? എത്ര കമ്പനിക്കാരാ 10,000-കണക്കിന് കോടിക്കണക്കിന് രൂപ കടം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിലുള്ളത്. അതിന്റെയൊക്കെ ഇടയില് നമ്മുടെയൊക്കെ നഷ്ടം ചെറുതാ. മോനെ പിടിച്ചു നിൽക്കണോടാ. അതെ, ഒരു സമാധാനായിട്ടിരിക്കും. അമ്മാവ, എന്റെ മോളെ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ഇവരെ ഒന്ന് പിടിച്ച് സമാധാനിപ്പിക്കും. എനിക്കൊന്നും കണ്ടു നിൽക്കാൻ പറ്റിയല്ല. പിടിക്കുമ്പോള് ഞാൻ കരുതി നിങ്ങൾ ശരിക്കും വഴക്കിട്ടതാണെന്ന്. രണ്ടാളും സങ്കടം മറച്ചു പിടിച്ചതാണല്ലേ? ഹരി സ്നേഹത്തിന്റെ വലിപ്പം കണ്ടില്ലേ? അവരുടെ ഉള്ളിലുള്ള പ്രാർത്ഥനയും ആഗ്രഹവും കണ്ടില്ലേ? അതൊക്കെ തകർത്തുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല. വിശ്വസിക്ക. അമ്മാവൻ വെച്ച് നീട്ടിയതൊക്കെ ഞാൻ എന്ന് നിഷേധിച്ചിട്ടേ ഉള്ളൂ. എല്ലാം അമ്മാവന്റെ കയ്യിലിരിക്കട്ടെന്നേ ഞാൻ പറയൂ. ഇനിയിപ്പോ ആ പാവത്തിന്റെ കൈ പോലെ ഒന്നുമില്ല. ഇതിപ്പോ ദൂർത്തടിച്ച് കളയുന്ന ഒരുത്തനെ പോലെ ആയില്ലേ ഞാൻ? ഹരി ഒന്ന് ഉറങ്ങുന്നത് പോലുമില്ല അമ്മേ. ഒന്ന് കണ്ണടച്ച അപ്പൊ തന്നെ ചാടി എണീക്കും. പിന്നെ കുറെ കണക്ക് പറച്ചിലുകളും, ഫിനാൻസ് കമ്പനിയിൽ അടയ്ക്കേണ്ട തുകയെ പറ്റി, തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പണത്തെ പറ്റി. നേരും നിറയായിട്ട് ജീവിക്കുന്നവനല്ലേ, അതുകൊണ്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. മോളെ, ഒരു വീഴ്ച വരുമ്പോഴാ ശക്തമായിട്ട് നമ്മൾ ഒരാളുടെ കൂടെ നിൽക്കേണ്ടത്. ജീവിത പങ്കാളിയുടെ പ്രാധാന്യം എന്താണെന്ന് ആളുകൾ തിരിച്ചറിയുന്നത് അത്തരം ഘട്ടങ്ങളിലാണ്. കൂടുതൽ വേദനിപ്പിക്കാൻ സമ്മതിക്കരുത്. എപ്പോഴും നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അമ്മേ, അച്ഛൻ വരാറായോ? ഈ അവസ്ഥയിൽ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഹരിക്ക് അത് വലിയൊരു ആശ്വാസമായേനെ. അച്ഛൻ ചിലപ്പോ ഇനിയും കുറച്ച് ദിവസം എടുക്കും. കൂട്ടുകാരന്റെ മകളെ കാണാതെ പോയിട്ട് അന്വേഷിച്ചു പോയതല്ലേ. അവിടെ ഇപ്പോ ആ കുട്ടി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അയ്യോ അമ്മ,